ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ നമ്മുടെ നെത്തോലി മീനില്ലേ, നെത്തോലി എന്നൊക്കെ പറയും. ആ മീൻ വെച്ചിട്ടുള്ള ഒരു മീൻകായൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സാധാരണ ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിന്ന് നെത്തോലി മീൻ വെച്ചിട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നെത്തോലീൻ്റെ തലയും വാലും കളയണം. എന്നിട്ട് ഇതിനുള്ളിലുള്ള മുള്ളെടുത്ത് കളയണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനിതാ നമ്മുടെ ഈ നെത്തോലിൻ്റെ തലയും വാലും കളഞ്ഞിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ താഴെ വരെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്താൽ നമുക്കതിനുള്ളിലത്തെ മുള്ളിതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പണിയില്ല, ആ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴെ വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ പൊരിച്ചു കൊടുക്കാനും നല്ലതാണ്. കാരണം അവർക്ക് മുള്ളില്ലാണ്ട് കഴിക്കാൻ നല്ല സുഖമാണല്ലോ. അപ്പോൾ ഇനി കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പും കൂടെ കിട്ടിയില്ലേ. അപ്പോൾ നമുക്കിന്ന് ഈ മീൻ വെച്ചിട്ട് ഒരു മീൻ കായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മുള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് അത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നെത്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. തിരിച്ച് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണേ, മുള്ളില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത്രയും വേവാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും, ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നല്ല വയന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ നല്ലോണം കുഴയൊന്നും വേണ്ട. ഈ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം ഉള്ളിയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ആ മീനുണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നെത്തൽ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിയൊന്നുള്ളതുകൊണ്ട് മിക്സിയിലിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വലിയ മീനാണ് അല്ലെങ്കിൽ ചെമ്മീനൊക്കെ പൊരിച്ചതാണെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മീനിൽ മസാലകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ചേർത്തതിന് ശേഷം ബാക്കി മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ മസാലയും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും പെരുംജീരകം കൂടെ ഒതുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് അരയൊന്നും വേണ്ട. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെക്കണം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മണമാണ്. നമ്മൾ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു കപ്പ് പത്തിരിപ്പൊടി എടുക്കുക. അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും ഇട്ട് ഒഴിച്ച് ചൂടാക്കിയ നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ബാക്കി കുഴച്ചെടുക്കാം. നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് പതുക്കെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ചെറിയ ബോൾ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. നന്നായിട്ട് ഉരുട്ടി കൊടുത്തതിന് ശേഷം അതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തേക്ക് ഒരു കുഴിയാവുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. ഇതിന് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കുക. ഓവറായിട്ട് വെച്ചാൽ പൊട്ടിപ്പോകും കേട്ടോ. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ വീഡിയോ സ്പീഡിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ തോന്നുന്നത്. പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒന്ന് ചെയ്യുക.
അപ്പോൾ അതാ ഞാനൊരു ആവിപ്പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഒരു വായിൽ വെച്ചിട്ട് രണ്ടെണ്ണം കൂടെ വെക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് ആവി കയറ്റി കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ ചൂടാറിയിട്ട് എടുക്കുക. ഇനി ചൂട് കൊടുക്കുക എടുത്ത് മാറ്റണം. വേറെ വെക്കാനുണ്ടെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് തട്ടി കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. കാരണം ചൂടാകുമ്പോൾ അത് വേഗം പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ പതുക്കെ എടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം നമുക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു മസാല വേണം. അപ്പോൾ അത് ആ മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ നമ്മുടെ സ്നാക്സ് റെഡിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഉപ്പാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പൊന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു മസാലയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മസാലയ്ക്ക് വേണ്ടത്. കണ്ടോ, ഇതുപോലെ വേണം. ഇനി നമ്മുടെ നേരത്തെ ആവിയിൽ വേവിച്ചെടുത്ത് അതെടുത്തിട്ട് നമുക്കിതിലൊന്ന് മുക്കി പൊരിക്കണം. അപ്പോൾ കുറച്ച് ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഈ മസാല ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ പതുക്കെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ, പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെത്തൽ മീൻ വെച്ചിട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മീൻകായൻ്റെ റെസിപ്പി മാത്രമല്ല, നല്ല നെത്തലിൻ്റെ മുള്ള് കളയാനുള്ളൊരു ടിപ്പും കൂടെയാണ് നമ്മളിന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.